റീ റിലീസിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടെ നമുക്ക് ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ അതിനകത്തുള്ള ഡീറ്റെയിലിംഗ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. അത് ആക്ടിങ് മാത്രമല്ല, സൗണ്ട് ഡിസൈനിങ് ആയാലും ഒരുപാട് കാര്യങ്ങളിൽ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഫസ്റ്റ് പടം എന്തൊരു മഹാനുഭാവലോ എന്നുള്ള ആ സോങ് കാണിച്ചപ്പോൾ ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഇമോഷനും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഗൂസ് ബംസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് എനിക്ക് മാത്രം തോന്നുന്നൊരു ഫീലാണ്, കാരണം ഞാനതിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണ്. പക്ഷേ ഇൻട്രോയിലായപ്പോൾ ഇതേ അഭിപ്രായം തിയേറ്ററിലുള്ള ആളുകളും അതിനുശേഷം പല തിയേറ്റർ വിസിറ്റിൽ പോകുമ്പോഴും ഇതേ അഭിപ്രായം പറയുന്നുണ്ട്. ലാലേട്ടൻ്റെ അദ്ദേഹം ആ സോങ്ങിൻ്റെ ഫസ്റ്റ് ആ സോങ്ങിൽ തന്നെ നമുക്ക് എന്താണ് വിശാൽ കൃഷ്ണമൂർത്തി എന്നുള്ളതിൻ്റെ വലിപ്പം അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ വിശാൽ കൃഷ്ണമൂർത്തി പറയാണ് ഈ നിഖിൽ മഹേശ്വർ എന്ന് പറയുന്ന സംഗീതത്തിൻ്റെ രാജാവ്, അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് നിഖിൽ മഹേശ്വർ എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടർ അത്രയും ആളുകൾ നോട്ടീസ് ചെയ്യപ്പെടുകയും ആ സിനിമയിൽ ആ പേരിൽ ഞാൻ ഓർക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച് അതിൻ്റെ എന്താ പറയുക, നമ്മൾ ഈ അതിന് കറക്റ്റ് എനിക്കൊരു വേർഡ് കിട്ടുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ട് നിന്നത് കൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ആ പെർഫോമൻസാണ് ആ സിനിമയുടെ ഊർജ്ജം അല്ലെങ്കിൽ നാഡി എന്ന് പറയുന്നത്.